ഹലോ എവരിവൺ, വെൽക്കം ടു ട്രിപ്പിൾ ഇ ടെക്നിക്കൽ ക്ലാസ്. ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട്, അതുപോലെ തന്നെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കവർ ചെയ്ത പോർഷൻ, ഇതുവരെ നമ്മുടെ 3 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 3 ക്ലാസ്സിൽ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതല്ലാതെ വേറെ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഓരോ ക്വസ്റ്റ്യൻ വരുമ്പം അത് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ആൻസർ പറയുന്നത് അത് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കറക്റ്റ് ആണോ അല്ലയോ എന്ന്. അപ്പം എല്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ ഇതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും പഠിപ്പിക്കാതെ ഉണ്ടെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ പോയിന്റർ ഓഫ് ആൻ ഇൻസ്ട്രുമെന്റ് once deflected returns to zero position when the current is removed due to. ഇപ്പോൾ നമ്മുടെ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നമ്മളൊരു ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്തിട്ട് പോയിന്റർ 0 പൊസിഷനിലോട്ട് വരുന്നത്, അത് ഏത് ടോർക്ക് യൂസ് ചെയ്തിട്ടാണ്? നമ്മൾ 3 ടൈപ്പ് ടോർക്ക് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതൊക്കെയായിരുന്നത്? ഡിഫ്ലക്റ്റിംഗ് ടോർക്കുണ്ട്, കൺട്രോളിംഗ് ടോർക്കുണ്ട്, പിന്നെ ഡാമ്പിംഗ് ടോർക്ക്. ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം എന്തുവാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് പോയിന്ററിനെ ജസ്റ്റ് മൂവ് ചെയ്യും, അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്യും. കൺട്രോളിംഗ് ടോർക്ക് എന്തുവാ ചെയ്യുന്നത്? അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, കൺട്രോളിംഗ് ടോർക്കിൻ്റെ നമ്മൾ 2 ഫംഗ്ഷൻസ് പഠിച്ചായിരുന്നു. ഒന്ന്, അതിനെ ഒരു പൊസിഷനിലോട്ട് കൊണ്ടുവന്ന് ആ ഒരു പോയിന്ററിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ടോർക്ക് അപ്ലൈ ചെയ്ത് ഒരു പൊസിഷനിൽ കൊണ്ടുവന്ന് നിർത്തും. അതുപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ പോയിന്ററിനെ 0 പൊസിഷനിലോട്ട് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇനിയും രണ്ടാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്? ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതാണ്? ഇപ്പോൾ ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്താണ്? ഇൻറ്റിഗ്രേറ്റിംഗിൻ്റെ മീനിങ് എന്തുവാ? സം. ഓക്കെ, സം ഓർ ടോട്ടൽ വാല്യൂ. ഇപ്പോൾ ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്താ ചെയ്യുന്നത്? ഒരു ഗിവൺ ടൈം പീരീഡിൽ ടോട്ടൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്ത് റീഡിംഗ് തരുന്ന ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ ഇൻറ്റിഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന എനർജി മീറ്റർ നമുക്കൊരു ഓരോ മാസത്തിലല്ലേ ഓരോ ബില്ല് വരുന്നത്. അപ്പോൾ ആ ഒരു മാസത്തിൽ നമ്മുടെ വീടിൻ്റെ ടോട്ടൽ കൺസപ്ഷനെ കാണിച്ചിട്ട് അതിൻ്റെ ഒരു മാസത്തിൻ്റെ ഫുൾ റീഡിംഗ് അല്ലയോ കാണിക്കുന്നത്. അങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ്സിനെയാണ് നമ്മൾ ഇൻറ്റിഗ്രേറ്റിംഗ് ടൈപ്പ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും അതിൻ്റെ ആൻസർ? വാട്ട് മീറ്റർ അല്ല, എം മീറ്റർ അല്ല, വോൾട്ട് മീറ്റർ അല്ല. പിന്നെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ആംബിയർ അവർ ആൻഡ് വാട്ട് അവർ മീറ്റേഴ്സ്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ 3. Dash instruments indicate the instantaneous value of the electrical quantity being measured at the time at which it is being measured. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് എടുത്ത് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്ത്, അപ്പോൾ ആ ഇൻസ്ട്രുമെൻ്റ് ആ സർക്യൂട്ടിൽ കൂടെ ഇപ്പോൾ എത്ര ആംപിയർ കറണ്ട് ഫ്ലോ ആകുന്നുണ്ടോ അല്ലെങ്കിൽ വോൾട്ടേജ് ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ നമുക്ക് റീഡിംഗ് തരുന്ന ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ എന്തുവാ വിളിക്കുന്നത്? ഇതിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ 4. Dash instruments measure the total quantity of electricity delivered at a particular time. ഓക്കെ, ഞാനിപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഒരു ചോദ്യം ചെയ്തായിരുന്നു ഇതുപോലത്തെ തന്നെ. ഇതിൻ്റെ ആൻസർ അപ്പോൾ ഏതായിരിക്കും? നേരത്തെ പറഞ്ഞാൽ ടോട്ടൽ ക്വാണ്ടിറ്റി, ഒരു ടൈം പീരീഡിൽ ഒരു ടോട്ടൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്ന അങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റിന് എന്തോ നമ്മൾ പറയുന്നത്? ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. The spring material used in a spring control device should have the following property. നമ്മൾ കൺട്രോളിംഗ് സിസ്റ്റം പഠിച്ചപ്പോൾ നമ്മൾ കൺട്രോളിംഗ് സിസ്റ്റം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 മെത്തേഡ്സ് പഠിച്ചായിരുന്നു. അത് ഏതൊക്കെയായിരുന്നു? ഒന്ന് ഗ്രാവിറ്റി കൺട്രോൾ, രണ്ടാമത്തെ ഏതായിരുന്നു? സ്പ്രിംഗ് കൺട്രോൾ. അപ്പോൾ നമുക്ക് കൺട്രോളിംഗ് ടോർക്ക് ഒരു സ്പ്രിംഗ് വെച്ചും പ്രൊവൈഡ് ചെയ്യാം, അതുപോലെ തന്നെ ഗ്രാവിറ്റി കൺട്രോൾ വെച്ചിട്ടും പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു സ്പ്രിങ്ങിൻ്റെ പ്രോപ്പർട്ടി എന്തൊക്കെ ആയിരിക്കണം? അത് ഞാൻ നോട്ടായിട്ട് തന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഷുഡ് ഹാവ് ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്, ഷുഡ് നോട്ട് ബി സബ്ജക്റ്റഡ് ടു ഫറ്റീഗ്, ഷുഡ് ബി നോൺ മാഗ്നറ്റിക്, ഷുഡ് ഹാവ് ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഇ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6. എ ഡാഷ് ഡിവൈസ് പ്രിവെൻറ്റ്സ് ദ ഓസിലേഷൻ ഓഫ് ദ മൂവിംഗ് സിസ്റ്റം ആൻഡ് എനേബിൾസ് ദ ലേറ്റർ ടു റീച്ച് ഇറ്റ്സ് ഫൈനൽ പൊസിഷൻ ക്വിക്ക്ലി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? നമ്മൾ ഡാമ്പിംഗ് സിസ്റ്റം പഠിച്ചായിരുന്നു. ഡാമ്പിംഗ് സിസ്റ്റം ഫംഗ്ഷൻ എന്താ? പോയിന്റർ ഫൈനൽ പൊസിഷനിൽ എത്തുമ്പോൾ അതിൽ ഓസിലേഷൻസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആ ഒരു ഓസിലേഷൻസിനെ ഡാമ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാമ്പിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സ്റ്റഡി പൊസിഷനിൽ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ അതിൻ്റെ 3 മെത്തേഡ്സ് പഠിച്ചായിരുന്നു. ആദ്യത്തെ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്,
രണ്ടാമത്തെ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്, അതുപോലെ തന്നെ മൂന്നാമത്തെ എഡ്ഡി കറൻറ്റ് ഡാമ്പിംഗ്. അപ്പോൾ ഇതിലേതായിരിക്കും ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് എ ഡാമ്പിംഗ് ഓയിൽ മസ്റ്റ് പൊസസ്? ഓപ്ഷൻ എ, ഷുഡ് നോട്ട് ഹാവ് കൊറോസീവ് ആക്ഷൻ അപ്പോൺ ദ മെറ്റൽ ഓഫ് ദ വെയിൻ. ഓപ്ഷൻ ബി, ഷുഡ് ബി നോൺ ഇവാപ്പറേറ്റിംഗ്. ഓപ്ഷൻ സി, must be a good insulator. Option D, viscosity of the oil should not change with the temperature. Option E, all of the above. അപ്പോൾ ഇതിലേതായിരിക്കും അതിൻ്റെ ആൻസർ? ഞാനിത് നോട്ട്സ് ആയിട്ട് തന്നായിരുന്നു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഇ ആണ്. ഓക്കെ, ഡാമ്പിംഗ് ഓയിൽ ഏത് കേസിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്ങിലായിരിക്കും. ഓക്കെ, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉണ്ട്, എഡ്ഡി കറൻറ്റ് ഡാമ്പിംഗ് ഉണ്ട്. അപ്പം ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്ങിൻ്റെ കേസിലാണ് നമ്മൾ ഡാമ്പിംഗ് ഓയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓയിലിന് ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. ഇതിൻ്റെ നോട്ട്സൊക്കെ തന്നതായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. അക്കോർഡിംഗ് ടു ആപ്ലിക്കേഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. ഇത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല, ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഇ ആണ്. നമുക്കൊരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്ട്രുമെൻറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്വിച്ച് ബോർഡ് ഇൻസ്ട്രുമെൻറ്റും പിന്നെ പോർട്ടബിൾ ഇൻസ്ട്രുമെൻറ്റും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ജനറലി യൂസ്ഡ് ആസ്. ഇത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല, കുറച്ച് ഞാൻ പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ നേരിട്ടങ്ങ് പറഞ്ഞേക്കാം. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻസ്ട്രുമെൻറ്റ്സ് ജനറലി വോൾട്ട് മീറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇൻ മെജോറിറ്റി ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഡാമ്പിംഗ് ഈസ് പ്രൊവൈഡഡ് ബൈ ഡാഷ്. ഏതായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉണ്ട്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉണ്ട്, എഡ്ഡി കറൻറ്റ് ഡാമ്പിംഗ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് ഏതായിരുന്നു? ഞാൻ അന്ന് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു, എഡ്ഡി കറൻറ്റ് ഡാമ്പിംഗ് ആണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ഓക്കെ, അതുപോലെ തന്നെ മെജോറിറ്റി ഇൻസ്ട്രുമെൻറ്റ് എല്ലാ ഇൻസ്ട്രുമെൻറ്റിലും നമ്മൾ എഡ്ഡി കറൻറ്റ് ഡാമ്പിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ എഡ്ഡി കറൻറ്റ് ഡാമ്പിംഗ് എന്തുവാണെന്ന് ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പഴയ ക്ലാസ്സിൻ്റെ. അപ്പോൾ അതിലൊന്ന് നോക്കുക. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഓരോന്ന്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് പാർട്ട് ഈസ് കോൾഡ് ആസ് ഹർട്ട് ഓഫ് CRO? ഇതൊക്കെ പണ്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാകും, ഇത് പഠിപ്പിച്ചിട്ടില്ല. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, CRT ഫുൾ ഫോം എന്തുവാ? കാഥോഡ് റേ ട്യൂബ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12. ദ പോയിന്റർ ഓഫ് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ഷുഡ് ബി ഡാഷ്. നമ്മളൊരു ഇൻസ്ട്രുമെന്റ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ പോയിന്റർ എങ്ങനെയാണ് ഇരിക്കുന്നത്? ലൈറ്റ് പോയിന്റർ അല്ലയോ, ഹെവി ഒന്നും അല്ലല്ലോ, ചെറിയൊരു പോയിന്റർ, ലൈറ്റ് ആയിട്ടുള്ള ഒരു പോയിന്ററാണ്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ അറിയായിരിക്കും. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13. ദ സ്വിച്ച് ബോർഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഓപ്ഷൻ എ, ഷുഡ് ബി മൗണ്ടഡ് ഇൻ ഹൊറിസോണ്ടൽ പൊസിഷൻ. ഓപ്ഷൻ ബി, ഷുഡ് ബി മൗണ്ടഡ് ഇൻ വെർട്ടിക്കൽ പൊസിഷൻ. ഓപ്ഷൻ സി, ഈതർ എ ഓർ ബി. ഓപ്ഷൻ ഡി, നീതർ എ നോർ ബി. ഇതിൻ്റെ ആൻസർ ഒന്ന് ഓർത്ത് വെക്കുക, ഇത് പഠിപ്പിച്ചിട്ടില്ല. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഷുഡ് ബി മൗണ്ടഡ് ഇൻ വെർട്ടിക്കൽ പൊസിഷൻ. സ്വിച്ച് ബോർഡിലൊക്കെ നമ്മൾ വെർട്ടിക്കൽ പൊസിഷനിലാണ് ഇൻസ്ട്രുമെൻറ്റിനെ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 14. ആൻ അമ്മീറ്റർ ഈസ് ഡാഷ് ഇൻസ്ട്രുമെൻറ്റ്. അതേതായിരിക്കും? അമ്മീറ്റർ ഏത് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റാണ്? നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് പഠിച്ചായിരുന്നു. ഒന്ന് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റും, അതുപോലെ തന്നെ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ വേറൊരു പേരൂടെ വിളിക്കാറുണ്ട്, പ്രൈമറി ഇൻസ്ട്രുമെൻ്റ് എന്നും ഇതിനെ പറയാറുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചായിരുന്നു സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ്. അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്താ? സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ജനറലി അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ നോർമലി ലബോറട്ടറീസ് സ്റ്റാൻഡർഡൈസേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിനെയൊക്കെ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ. അപ്പോൾ ഇവിടെ ആൻസർ നമ്മുടെ ഓപ്ഷൻ സി ആണ്. അപ്പോൾ അമ്മീറ്റർ ഒരു സെക്കൻഡറി ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 15. ദ യൂസ് ഓഫ് ഡാഷ് ഇൻസ്ട്രുമെൻറ്റ്സ് ഈസ് മിയർലി കൺഫൈൻഡ് വിത്ത് ലബോറട്ടറീസ് ആസ് സ്റ്റാൻഡർഡൈസിങ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതായിരുന്നു ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ് സ്റ്റാൻഡർഡൈസിങ് ഇൻസ്ട്രുമെൻറ്റ്. ഏത് ഇൻസ്ട്രുമെൻ്റാണ് സ്റ്റാൻഡർഡൈസിങ് പർപ്പസിന് യൂസ് ചെയ്യുന്നത്? അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, അതല്ല. ഓപ്ഷൻ ബി അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്. ഓപ്ഷൻ സി ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഓപ്ഷൻ ഡി റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഓപ്ഷൻ ഇ നൺ ഓഫ് ദീസ്. അപ്പോൾ ഇവിടെ ഏതാ ആൻസർ? ഇതിൻ്റെ ഓപ്ഷൻ ബി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 16. ദ ഹൗസ് ഹോൾഡ് എനർജി മീറ്റർ ഈസ്.
ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. അവിടെ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതായിരുന്നു. നമ്മൾ ഹൗസ് ഹോൾഡ് നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന എനർജി മീറ്റർ അത് ഏത് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റാണ്? നമുക്ക് ഓപ്ഷൻ നോക്കാം. റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ആൻ ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഇൻറ്റിഗ്രേറ്റിംഗ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യന് തന്നായിരുന്നു. Question number 17. Dash instruments are those which measure the total quantity of electricity delivered in a particular time. ഓക്കെ, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ചില ക്വസ്റ്റ്യനൊക്കെ റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഇത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. ഒരു ടൈം പീരീഡിൽ ടോട്ടൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്ത് കാണിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 18. ദ സ്കെയിൽ ഓഫ് PMMC ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് ഈസ്. ഈ PMMC എന്തുവാ? പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, PMMCയുടെ ഫുൾ ഫോം പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്. ഇതൊക്കെ നമുക്കിനിയും പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നേരിട്ടങ്ങ് പറയാം. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. ഇതൊന്ന് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 19. വിച്ച് ഓഫ് ദ ഫോളോയിങ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഈസ് പൊസസ്ഡ് ബൈ ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്? ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് വേണം? നമ്മൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് പഠിച്ചതായിരുന്നു ഇതെല്ലാം. അതിൽ ഒരു ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം വേണം, ഒരു കൺട്രോളിംഗ് സിസ്റ്റം വേണം, ഒരു ഡാമ്പിംഗ് സിസ്റ്റം വേണം. ഓക്കെ, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്താ ചെയ്യുന്നത്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. കൺട്രോളിംഗ് സിസ്റ്റം എന്താ ചെയ്യുന്നത്? കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഡാമ്പിംഗ് സിസ്റ്റം എന്താ ചെയ്യുന്നത്? ഡാമ്പിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ഫംഗ്ഷനൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഇത് മൂന്നും ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ വേണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 20. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻഡിക്കേറ്റ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ദ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ബീയിങ് മെഷേർഡ് അറ്റ് ദ ടൈം അറ്റ് വിച്ച് ഇറ്റ് ഈസ് ബീയിങ് മെഷേർഡ്? ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 21. ഡ്യൂ ടു ഓവർ ഡാമ്പിംഗ് ദ ഇൻസ്ട്രുമെൻറ്റ് വിൽ ബിക്കം. ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ലിഥർജിക്, ഓപ്ഷൻ ബി സ്ലോ, ഓപ്ഷൻ സി ഫാസ്റ്റ്, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഇ നൺ ഓഫ് ദീസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അതിൽ എയും ബിയും ഉണ്ട്. ലിഥർജിക്കുമാണ്, സ്ലോ ആണ്. നമ്മൾ ഡാമ്പിംഗ് സിസ്റ്റം പഠിച്ചപ്പോൾ ഒരു ഗ്രാഫ് പഠിച്ചായിരുന്നു, ഒരു ടൈം റെസ്പോൺസ് കർവ് എന്ന് പറഞ്ഞു. ഓക്കെ, ടൈം റെസ്പോൺസ് കർവ് പഠിച്ചപ്പോൾ നമ്മൾ അതിൽ 3 കേസ് നോക്കിയായിരുന്നു. അണ്ടർ ഡാംഡ്, ഓവർ ഡാംഡ്, ക്രിട്ടിക്കലി ഡാംഡ്. ഇങ്ങനത്തെ 3 കേസസ് നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്രാഫ് നോക്കിയപ്പം തീറ്റ വേഴ്സസ് ടൈം ആയിരുന്നു. ഇതിലിപ്പോൾ നമ്മളൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്ത് ഇതൊരു 10 ആമ്പിയർ ആണെന്ന് വെച്ചോ, ഇതൊരു ഫൈനൽ പൊസിഷൻ ആണെങ്കിൽ അതിൽ 3 കേസ് പഠിച്ചായിരുന്നു. ഇത് ഒരു അണ്ടർ ഡാംഡിൻ്റെ റെസ്പോൺസ് ആണ്. അപ്പോൾ പോയിന്റർ ഫൈനൽ പൊസിഷൻ എത്തുന്നതിന് മുൻപായി കിടന്ന് ഓസിലേറ്റ് ചെയ്യും. ഇതാണ് ഒരു സ്റ്റഡി പൊസിഷൻ. അപ്പോൾ ആ ഒരു പൊസിഷൻ്റെ അടുത്ത് വന്നിട്ട് ഇത് കിടന്ന് ഓസിലേറ്റ്. അതുപോലെ തന്നെ ക്രിട്ടിക്കലി ഡാംഡിൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ക്രിട്ടിക്കലി ഡാംഡ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഓസിലേഷൻസ് ഒന്നും ഇല്ലാതെ ഫൈനൽ പൊസിഷനിലോട്ട് അതിൻ്റെ പോയിന്റർ വന്ന് നിൽക്കും. പിന്നെ വേറെ ഒന്നുകൂടെ പഠിച്ചായിരുന്നു ഓവർ ഡാംഡ്. ഓവർ ഡാംഡ് ആകുമ്പോൾ കുറേ സമയം എടുക്കും, ഓസിലേഷൻസ് ഒന്നും കാണത്തില്ല, പക്ഷേ കുറേ ടൈം എടുത്തിട്ടായിരിക്കും അതിൻ്റെ ഫൈനൽ പൊസിഷനിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് നോക്കിയപ്പോൾ ഇതിന് ഇത്രയും ടൈം വേണം ഫൈനൽ പൊസിഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? സ്ലോ ആയിരിക്കും. അതുപോലെ തന്നെ ലിഥർജിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പഠിപ്പിച്ച കാര്യങ്ങളായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 22. In eddy current damping system, the disc is usually made of option A conducting and magnetic material, option B non-conducting and non-magnetic material, option C conducting and non-magnetic material, option D non-conducting and magnetic material. നമ്മൾ എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് പഠിച്ചായിരുന്നു. അതിൻ്റെ ഡിസ്കിലാണ് കറണ്ട് ഇൻഡ്യൂസ് ആകുന്നത്. ഓക്കെ, എഡ്ഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഡിസ്കിലാണ്. ഡിസ്കിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഡിസ്ക് എങ്ങനെ ആയിരിക്കും? ഡിസ്ക് എന്തായാലും കണ്ടക്റ്റിംഗ് ആയിരിക്കണം. ഓക്കെ, ഇപ്പം ഇതിൽ ഓപ്ഷൻ നോക്കിയേ, ഓപ്ഷൻ എയിലും കണ്ടക്റ്റിംഗ് ഉണ്ട്, ഓപ്ഷൻ സിയിലും കണ്ടക്റ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്കിൻ്റെ പ്രോപ്പർട്ടീസ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ആ ഒരു മെറ്റീരിയൽ നോൺ മാഗ്നറ്റിക് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 23. ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇൻ ആൻ ഇൻസ്ട്രുമെൻറ്റ് മേ ബി പ്രൊഡ്യൂസ്ഡ് ബൈ. ഞാൻ ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം പഠിപ്പിക്കാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്കൊരു പോയിന്ററിന് ഡിഫ്ലക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സും ഉണ്ട്. ഓക്കെ, അത് ഇലക്ട്രോസ്റ്റാറ്റിക്കലി ആകാം, തെർമലി ആകാം, മാഗ്നറ്റിക്കലി ആകാം. അതുപോലെ തന്നെ വേറെ 2 മെത്തേഡും കൂടെ ഉണ്ട്.
ഇൻഡക്ഷൻ വെച്ചിട്ടാകാം, പിന്നെ ഹോൾ എഫക്റ്റ് വെച്ചിട്ടും ആകാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 24. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്? ഇപ്പോൾ ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിലൊക്കെ അതിൻ്റെ എക്സാമ്പിൾ നോക്കിയായിരുന്നു. അപ്പോൾ ഇതിലേതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ വാട്ട് അവർ മീറ്റർ, ഓപ്ഷൻ ബി ആംബിയർ അവർ മീറ്റർ, ഓപ്ഷൻ സി വോൾട്ട് മീറ്റർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബവ്. അപ്പോൾ ഇതിലേതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി. എയും ബിയും ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇവിടെ നോട്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്, അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 25. When the damping of an instrument is adjusted to enable the pointer to rise quickly to its deflected position without overshooting, in that case the instrument is said to be, ഇതിൻ്റെ ആൻസർ ഡെഡ് ബീറ്റ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിലെന്തുവാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ക്രിട്ടിക്കലി ഡാംഡിൻ്റെ കേസ് നോക്കിയായിരുന്നു. നമ്മൾ ടൈം റെസ്പോൺസ് കർവ് പഠിച്ചായിരുന്നു. ഇത് പോയിന്ററിൻ്റെ ഫൈനൽ പൊസിഷൻ ആണെന്ന് വെച്ചു, 10 ആംപിയർ ആണെന്ന് വെച്ചു. ക്രിട്ടിക്കലി ഡാംഡിൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? അത് ആ ഒരു പോയിന്റർ ഓസിലേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഫൈനൽ പൊസിഷനിൽ പെട്ടെന്ന് തന്നെ എത്തും. ഓക്കെ, അതിന് എത്താൻ വേണ്ടി കൂടുതൽ സമയം വേണ്ട. അപ്പോൾ ഒരു പോയിന്റർ ഓസിലേഷൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫൈനൽ പൊസിഷനിലോട്ട് എത്തുകയാണെങ്കിൽ അങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ ഡെഡ് ബീറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും ചോദ്യങ്ങളെ ഉള്ളായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇതുവരെ എടുത്ത ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തത്. പ്രീവിയസ് ക്ലാസ്സിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ പഴയ ക്ലാസ്സസ് ഒക്കെ നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.